മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞതുപോലെ നെതർലൻഡ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടുവന്ന റൂം ഫോർ റിവർ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ആണ് ഇവിടുത്തെ കാഴ്ച. കാരണം എല്ലാ കടകളിലും റിവർ എത്തിയ ഒരു സ്ഥിതിയാണുള്ളത്. അതോടൊപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. ഒരു കുഴപ്പമില്ല, അത് റോഡ് ഓടയാണത്, വെള്ളം കയറി കിടക്കണല്ല, ഓട കെട്ടാൻ വേണ്ടിയാണ്. ഏതാ ഓട? ഇത് ഓടയാണ്. ഈ ഓട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു, മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. അതിനു വേണ്ടിയുള്ള കുഴിയെടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്തു, അതിന്റെ വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത്. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. അതെയോ, താങ്ക് യു. എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? അത് മഴ തോരുമ്പോ അത് മാറും, ഓട കെട്ടും. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ അനന്ത താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങി. സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ എങ്ങനെയായത്? പരിഹരിക്കേണ്ടവരെന്ത് ചെയ്യുന്നു? പരിഹരിക്കേണ്ടവരത് ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും കാലവർഷവും വേനൽ മഴയൊക്കെ ഉണ്ടാവുന്നതല്ലോ. ഇവിടുത്തെ സ്ഥിതി മഴ പെയ്തുകൊണ്ട് മാത്രമാണ്. ഒരു മാറ്റമില്ലല്ലോ നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇവിടുത്തെ ഈ പ്രശ്നം മഴ പെയ്തുകൊണ്ടാണ്. ഇവിടുത്തെ സ്ഥിതി ഇപ്പൊ മഴ പെയ്തുകൊണ്ടാണ്. പണികിടക്കല്ലേ. ഇവൻ സെന്റിമെന്റൽ അല്ല, മെന്റലാ. സർവേശ്വര, നമ്മളെപ്പോഴും സിസ്റ്റമാറ്റിക് ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആ പണി എന്ന് 2 മാസങ്ങൾക്ക് മുമ്പ് തീരുമെന്ന് പറഞ്ഞ പണിയാണ്. ആ പണി ഇങ്ങനെ ഈ മാസം 31-ാം തീയതി പണി തീർത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. 24-ാം തീയതി തീരുമെന്ന്, അതായത് മാർച്ച് 24-ന് തീരുമെന്ന് ആദ്യം മേയർ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഏപ്രിലിൽ തീരുമെന്ന് മന്ത്രി പറഞ്ഞായിരുന്നു. ആ പണി തീർന്നിട്ടില്ല. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. എനിക്കറിയില്ല സാർ, സത്യമായിട്ട് എനിക്കറിയില്ല സാർ. ഈ കടയിലോട്ട് ഒരാൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കടയിൽ പോകണ്ട, വേറെ കട ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ന്യായീകരണങ്ങൾ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. വോട്ട് കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ.